ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴംപൊരിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പുറമാണ്. അതുപോലെ തന്നെ അകം നമ്മൾ സാധാരണ നല്ല പഴത്തിൻ്റെതായ നല്ല പഴുത്ത പഴം കൊണ്ടാണ്, നല്ല സോഫ്റ്റുമാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ നേരം ഇരുന്നാലും ഒന്നും ഇത് ഒട്ടും തന്നെ ഇത് തണുത്ത് പോകുന്നു. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. പൊരിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദ, 1 കപ്പ് അരിപ്പൊടി. ഇത് നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 4 ഏത്തപ്പഴമാണ്. നല്ലതായിട്ട് പഴുത്തിട്ടുണ്ട്. കണ്ടോ, ഈ തൊലി കണ്ടാൽ തന്നെയാണ് നല്ലതായിട്ട് ഒരുമാതിരി ഇതിൻ്റെ കറുത്ത പോലെ ഇരിക്കുന്നത്. പക്ഷേ ഇത് അകം കറക്റ്റാണ്. ഇതിൻ്റെ തൊണ്ടും ഇങ്ങനെ കറുത്തിരുന്നാലും കറക്റ്റ് പാകമാണ് ഇത് പഴംപൊരി ഉണ്ടാക്കാനുള്ള. അപ്പം നമുക്ക് ആദ്യം മാവ് മിക്സ് ചെയ്യാം. 1 കപ്പ് മൈദ അരിച്ചെടുത്തതാണ്. അതിനോടൊപ്പം 1 കപ്പ് അരിപ്പൊടി. അപ്പം നിങ്ങൾ ഏത് കപ്പാണ് നിങ്ങളുടെ സാധനങ്ങൾ സെയിം അളവിന് എടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് ഞാൻ പാലിനകത്താണ് മിക്സ് ചെയ്യുന്നത്. അപ്പം ഞാൻ 1 കപ്പ് പാൽ, ഇത് 200 ml പാലുണ്ട്, അതാണ് ഒഴിക്കുന്നത്. നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം ഇതിനകത്തോട്ട്. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. ഞാൻ പൊടിച്ച പഞ്ചസാര ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇടുന്നത്. അതായത് പൊടിക്കാത്ത പഞ്ചസാര ഇടാം. ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഇതിനകത്തോട്ട് ഇടുന്നത്. പിന്നെ ഇടുന്നത് 1 ടേബിൾ സ്പൂൺ എള്ള്, 1 ടീസ്പൂൺ വനില എസൻസ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ തന്നെ സോൾട്ട് ഇടുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ടീസ്പൂൺ വിനാഗിരി, അതാണ് നമ്മുടെ ഇതിനകത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അതും കൂടി ഒഴിക്കുമ്പോൾ അതിനൊരു പുളിപ്പും ഒക്കെ വരും. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഇതിനുള്ള മാവ് കറക്റ്റ് ഇതുണ്ടോ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറുകിയ മാവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കുറച്ചാൽ മതി. എനിക്ക് ഒത്തിരി കടുവ് വേണ്ടാന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. ചിലർക്ക് ഇച്ചിരിയും കൂടി ഇങ്ങനെ മാവ് പിടിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർ കുറച്ച് വെള്ളം കുറച്ചോളൂ. അപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം 200 ml പാലും എടുത്തത്. അപ്പം നിങ്ങൾ ഇച്ചിരി വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. 4 പഴമാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതിനെ നീളത്തിലാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ. കാരണം നമ്മൾ സാധാരണ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് നീളത്തിലല്ലേ കിട്ടുന്നത്. വീട്ടിലാണിപ്പോൾ നമ്മളൊരു 3 പകുതിയായിട്ടൊക്കെ മുറിച്ചുണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഇതിനായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ തൊണ്ടോടി കൂടി ഇങ്ങനെ അങ്ങ് മുറിക്കും കേട്ടോ. കാരണം ഉണ്ടല്ലോ, തൊണ്ടയിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് നല്ല ഈ കയ്യിലൊന്നും ഒട്ടത്തില്ല. നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഈസിയാണ്. ഞാൻ തൊണ്ടോടുകൂടി ഇങ്ങനെ കട്ട് ചെയ്യാം. 3ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തേക്കണം. കണ്ടോ, ഇപ്പോൾ 3ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഒരെണ്ണം ഇതുപോലെ ബാക്കി എല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്കിനി അടുത്ത് നമ്മുടെ പഴമെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഈ പഴം മാവിനകത്ത് മുക്കിയിടാം. ഞാൻ ഇച്ചിരി മാവിനകത്ത് ഇട്ട് നോക്കുകയാണ്. എണ്ണ ചൂടായെന്ന് നമുക്ക് ഇട്ട് നോക്കാം. ആയി
ഇച്ചിരിയും കൂടി ചൂടാകാനുണ്ട്. ചൂടായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പൊങ്ങി വന്നതിന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പൊളിച്ച പഴമൊക്കെ മാവിനകത്ത് ഇട്ട് തുടങ്ങാം. ഞാനിതിനകത്തോട്ട് കണ്ട ഈ മാവിലോട്ടൊരു പഴത്തിൻ്റെ പീസ് ഇട്ടിട്ടുണ്ട്. ഞാനിതൊന്ന് മുക്കിയിട്ട് എക്സ്ട്രാ ഉള്ള മാവൊക്കെ ഇങ്ങനെ ഒഴുകി പോകത്തക്ക രീതി ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് നമ്മൾ അതിനകത്തോട്ടിടാം. നമുക്കൊരു സൈഡ് ആയി കഴിയുമ്പോൾ മറിച്ചിടാം. അപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ 2 സൈഡും ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുപ്പത്തൊന്ന് എടുക്കാം. കണ്ടോ എത്ര നല്ല പതഞ്ഞ് നല്ല പൊങ്ങി ആയിട്ടാണ് ഇത് എത്തിയിരിക്കുന്നത്. ഇത് കാണാൻ പറ്റുമോ അറിയത്തില്ല. വളരെ കണ്ടോ നല്ല പോലെ ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ബാക്കി കൂടി എല്ലാം എടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി എല്ലാം നമ്മളിപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതുപോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരി ആയിരിക്കും കിട്ടുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.